ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ചെറിയൊരു ഉറക്കത്തിന് ശേഷം ഞാൻ എണീറ്റു. ഏകദേശം 15 മണിക്കൂർ 42 മിനിറ്റുള്ള ടൊറൻറ്റോ ടു ഡൽഹി യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂർ ലേറ്റായി ഞങ്ങൾ ലാൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് പോകേണ്ടിയിരുന്ന ഡൽഹി ടു കൊച്ചിൻ ഫ്ലൈറ്റ് ഓൾറെഡി തന്നെ സ്ഥലം വിട്ടിരുന്നു. ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ലഗേജ് എല്ലാം കളക്ട് ചെയ്ത് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ പോയി റീഷെഡ്യൂൾ ചെയ്ത് കിട്ടിയ ഡൽഹി ടു കൊച്ചിൻ 8:10 ഫ്ലൈറ്റിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. 2023 സെപ്റ്റംബറിലാണ് ഞാൻ നാട്ടിൽ നിന്നും കാനഡയിലേക്ക് പോയത്. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആദ്യത്തെ യാത്രയാണ് നാട്ടിലേക്ക്. പപ്പായും അമ്മേനെയൊക്കെ കണ്ടിട്ട് ഏകദേശം 2 വർഷം അടുത്താവുന്നു. ലൂക്കാച്ചനാണെങ്കിൽ നാട്ടിലോട്ട് പോയിട്ട് ഏകദേശം 2 മാസം ആവുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ. പപ്പായും അമ്മയും വാവിയും ലൂക്കാച്ചനും ബാവുമോനും ഒക്കെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലൂക്കാച്ചൻ നാട്ടിലേക്ക് പോയപ്പോൾ വളരെ കുഞ്ഞായിരുന്നു കേട്ടോ. അവനിപ്പോൾ വളർന്നിരിക്കുന്നു. അവൻ എന്നെ കാണുമ്പോൾ എൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടറിയേണ്ടതായിരുന്നു. എൻ്റെ ഈ നീണ്ട യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികൾ എനിക്ക് നേരിടേണ്ടി വന്നിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്. ഇതൊരു വളരെ നീണ്ട യാത്രയായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 24 മണിക്കൂർ എടുത്തു കാനഡയിൽ നിന്നും കൊച്ചിയിലെത്തുവാൻ. നാട്ടിൽ ചെന്നിറങ്ങിയ പാടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡും കഴിച്ച് വീട്ടിലേക്കുള്ള യാത്രയാണ്. ഏകദേശം ഒരു 3.5 മണിക്കൂർ എടുക്കും കൊച്ചിയിൽ നിന്നും ഇടുക്കിയിലുള്ള എൻ്റെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി. അങ്ങനെ 2-ാം തീയതി രാവിലെ 3:30 ആയപ്പോൾ ഞാൻ വീട്ടിലെത്തിച്ചേർന്നു. ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇനി വീട്ടിൽ ചെന്ന് പ്രത്യേകം ഫുഡ് കഴിക്കേണ്ടതെന്ന് ആവശ്യമൊന്നുമില്ലായിരുന്നു. ബാവുമോനോടും വീട്ടിലുള്ള എല്ലാവരോടും യാത്രയിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ലൂക്കാച്ചൻ്റെ കൂടെ കുറച്ച് നേരം കളിയും ചിരിയുമായിട്ട് ഞങ്ങൾ കിടക്കാൻ പോയി. ലൂക്കാച്ചന് വായിക്കും ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ എനിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഗുഡ് നൈറ്റ്.